ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നെല്ലിശ്ശേരി വീടിന്റെ വെളിയിലെത്തി. സച്ചി ഇറങ്ങിയാൽ ഉടൻ ഞാൻ അയാളെ ഫോളോ ചെയ്യും. ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. അവന്തിക, സച്ചി ഇപ്പോൾ കാറിൽ വീട്ടിൽ നിന്നിറങ്ങി. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. വന്നോ? എവിടെയായിരുന്നു ഇതുവരെ? എന്താ വല്ലാതിരിക്കുന്നെ? ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? അങ്ങനെ ചോദിച്ചേ? ചില കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നാ ചോദിക്കണമല്ലോ. സാധാരണ ഇല്ലാത്തൊരു മുള്ളുമുനയും തന്റെ ചോദ്യത്തിൽ എവിടെ വന്നു? സാധാരണ പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, അല്ലേ? ആണെന്ന് സച്ചേട്ടന് പറയാൻ പറ്റുമോ? ഇന്നലെ പകലും ഞാൻ ഒരുപാട് വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ എടുത്തില്ല. എന്താ എടുക്കാത്തെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വ്യക്തിപരമായ സച്ചേട്ടന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും ഒരു ഭാര്യ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. താനെന്തെങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്നേ? തന്റെ സംസാരത്തിന്റെ രീതിയൊക്കെ മാറിയിരിക്കുന്നല്ലോ. ശരി, എന്നാ ഞാൻ ഒട്ടും ഫോർമൽ അല്ലാതെ ചോദിക്കാം. എന്ത് പറ്റി സച്ചേട്ട ഇന്നലെ? ഞാൻ വിളിച്ചപ്പോ ഫോണിൽ കിട്ടിയതുമില്ല. എന്നാ പോട്ടെ, എന്നാ തിരിച്ചു വിളിച്ചതുപോലും ഇല്ലല്ലോ. അത് ഇന്നലത്തെ കാര്യമൊന്നും പറയണ്ട. നല്ല തിരക്കായിരുന്നു. ഇടയ്ക്ക് ഫോണ് കാറിൽ വെച്ച് മറന്നു. പിന്നെ രാത്രി താനില്ലാത്തന്റെ ബോറടി. അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കൊള്ളാം. ഞാൻ എന്റെ മോളെ എടുക്കട്ടെ. മോളുസേ, അച്ഛന്റെ മോളുസേ. ഭാര്യ ഒന്ന് പ്രസവിച്ച പിന്നെ അവരോടുള്ള താല്പര്യം കുറയും. ദേ, നീ സച്ചി ഒന്ന് സൂക്ഷിച്ചോ. അവന് നിന്നെ മടുത്തു എന്നാ തോന്നുന്നേ. അവനങ്ങനെ തോന്നിയതുകൊണ്ടാണല്ലോ ഇന്ന് എല്ലാം എന്റെ കണ്ണിന് മുന്നിൽ വന്ന് പെട്ടത്. ദേ, പുതിയ നമ്പറുമായിട്ട് ഇറങ്ങാണോ? നമ്പറാണോ അല്ലയോന്ന് നീ പിന്നീട് തിരിച്ചറിയും. സച്ചേട്ടന്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ?